അപ്പോൾ ആ കാത്തിരിപ്പുകൾ അവസാനിക്കുകയാണ്. വൈഭവിന്റെ കാര്യത്തിൽ നമുക്കിനിയും ഏറെക്കാലം കാത്തിരിക്കാനാകുമായിരുന്നില്ലല്ലോ. 14-ാം വയസ്സിൽ പലരും മൈതാനങ്ങളെ സ്വപ്നം കണ്ടു തുടങ്ങുന്ന കാലത്ത് സമകാലിക ക്രിക്കറ്റിലെ ഏറ്റവും ഗ്ലാമറസ് സ്റ്റേജുകളിലൊന്നായ IPL മൈതാനങ്ങളെ ത്രസിപ്പിച്ച ഒരു അത്ഭുത ബാലൻ. ഇവന് 14 വയസ്സ് തന്നെയാണോ എന്നൊരിക്കൽ കമന്ററി ബോക്സിൽ ഇരുന്ന് ചോദിക്കുന്നുണ്ട് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഇതിഹാസം മാത്യു ഹേഡൻ. ദിവസങ്ങൾക്ക് മുമ്പ് തിരശ്ശീല വീണ IPL-ന് പിറകെ വൈഭവിനെ ഉടൻ സീനിയർ ടീമിലേക്ക് വിളിക്കണമെന്ന് മുൻ ഇന്ത്യൻ താരങ്ങളും ക്രിക്കറ്റ് പണ്ഡിറ്റുകളും ഒക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞു. BCCIയുടെ സജീവ പരിഗണനയിൽ നേരത്തെ തന്നെ വൈഭവിന്റെ പേരുണ്ടായിരുന്നു. ഒടുവിൽ അജിത് അഗർക്കർ ആ വലിയ പ്രഖ്യാപനം നടത്തി. വൈഭവ് സൂര്യവംശി ഇൻ. ഒപ്പം ഇന്ത്യൻ ക്രിക്കറ്റിൽ സൂര്യകുമാർ യാദവ് യുഗം അവസാനിക്കുകയാണ്. ഏറെക്കാലമായി ഇന്ത്യൻ T20 ടീമിൽ സൂര്യകുമാർ യാദവിന്റെ ഫോം വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. സൂര്യയുടെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ ഇന്ത്യ ഒരൊറ്റ ടൂർണമെന്റോ പരമ്പരയോ തോറ്റിട്ടില്ല. T20 ലോകകപ്പും ഏഷ്യ കപ്പും ഷെൽഫിലെത്തിച്ചു. 2022-ൽ ഇന്ത്യ വിശ്വകിരീടം ചൂടിയ ശേഷം അടുത്ത ലോകകപ്പ് വരെ അജയ്യമായൊരു പടയോട്ടം. കുട്ടി ക്രിക്കറ്റിൽ എതിരാളികളില്ലാതെ ഇന്ത്യ വിരാജിച്ച കാലമായിരുന്നു അത്. എന്നാൽ നായകത്വം ഏറ്റെടുത്ത ശേഷം സൂര്യകുമാർ യാദവിൽ നിന്ന് പ്രതീക്ഷക്കൊത്ത പ്രകടനങ്ങൾ ആരാധകർക്ക് ലഭിച്ചില്ല. അപ്പോഴൊക്കെ ഗൗതം ഗംഭീറും അജിത് അഗാർക്കറും സ്കൈയെ ബാക്ക് ചെയ്തുകൊണ്ടിരുന്നു. കഴിഞ്ഞ T20 ലോകകപ്പിലും ഏറെക്കുറെ ഇത് തന്നെയായിരുന്നു സ്ഥിതി. IPL-ലും ഇത് ആവർത്തിച്ചതോടെ മാനേജ്മെന്റ് കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചു. ഭാവിയെ മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനമാണ് മാനേജ്മെന്റേത്. 2028-ലാണ് അടുത്ത T20 ലോകകപ്പ്. സൂര്യയ്ക്കപ്പോൾ 38 വയസ്സാകും. ക്യാപ്റ്റനാണെന്ന പ്രിവിലേജിൽ മാത്രം ഒരാളെ ടീമിൽ തുടരാൻ അനുവദിക്കുന്നത് നീതിയല്ല എന്ന് പലരും നേരത്തെ തന്നെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ IPL-ൽ 13 മത്സരങ്ങളിൽ നിന്ന് 270 റൺസായിരുന്നു സ്കൈയുടെ സമ്പാദ്യം. 150-ൽ താഴെയായിരുന്നു സ്ട്രൈക്ക് റേറ്റ്. മുൻ സീസണിൽ മുംബൈ ഇന്ത്യൻസിന്റെ ടോപ്പ് സ്കോർ ആയിരുന്നു സൂര്യ എന്ന കാര്യം മറന്നു പോകരുത്. T20 ലോകകപ്പിലാകട്ടെ 9 ഇന്നിംഗ്സുകളിൽ നിന്ന് 242 റൺസാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ അടിച്ചെടുത്തത്. 136 ആയിരുന്നു സ്ട്രൈക്ക് റേറ്റ്. ഉദ്ഘാടന മത്സരത്തിൽ USA-ക്കെതിരെ ഇന്ത്യയെ വലിയൊരു നാണക്കേടിൽ നിന്ന് രക്ഷിച്ചതാണ് എടുത്തു പറയാനുള്ള ഒരു ഇന്നിംഗ്സ്. അതിനു മുമ്പ് അരങ്ങേറിയ ഏഷ്യ കപ്പിലടക്കം പല ടൂർണമെന്റുകളിലും സ്കൈയുടെ ഫോം വലിയൊരു ചോദ്യചിഹ്നം തന്നെയായിരുന്നു. ആ സമയത്തൊക്കെ ക്യാപ്റ്റൻസിയുടെ പ്രിവിലേജ് സൂര്യ നന്നായി അനുഭവിച്ചു പോന്നു. താൻ ഔട്ട് ഓഫ് ഫോം അല്ലെന്നും ഔട്ട് ഓഫ് റൺസ് ആണെന്നുമാണ് അയാൾ ന്യായീകരിച്ചു കൊണ്ടിരുന്നത്. ഏറെക്കാലം ആ ന്യായീകരണം വിലപ്പോകില്ലെന്ന് മനസ്സിലാക്കേണ്ടിയിരുന്നു സ്കൈ. ഏറെക്കാലമായി ഇന്ത്യൻ T20 സെറ്റപ്പിന് പുറത്തായിരുന്നു ശ്രേയസ് അയ്യർ. കഴിഞ്ഞ 2 ലോകകപ്പുകളിലും താരത്തിന് ടീമിൽ ഇടമുണ്ടായിരുന്നില്ല. ക്യാപ്റ്റനായുള്ള അയ്യരുടെ തിരിച്ചുവരവ് ഒരു മാസ് കംബാക്ക് ആണെന്ന് തന്നെ പറയേണ്ടി വരും. ദേശീയ ടീമിൽ നിന്ന് പുറത്തായിരുന്നപ്പോഴും IPL-ലും ഡൊമസ്റ്റിക് ക്രിക്കറ്റിലുമൊക്കെ മിന്നും ഫോമിലായിരുന്നു അയ്യർ. കൊൽക്കത്തയെ 2024-ൽ IPL കിരീടം അണിയിക്കുന്നുണ്ട്. തൊട്ടടുത്ത വർഷം പഞ്ചാബിനെ ഫൈനലിലെത്തിച്ചു. ഡൽഹിയെയും ക്യാപ്റ്റനായി അയ്യർ ഫൈനലിലെത്തിക്കുന്നുണ്ട്. ഇക്കാലത്തൊന്നും ക്യാപ്റ്റൻസിയുടെ സമ്മർദ്ദങ്ങൾ അയാളുടെ പ്രകടനങ്ങളെ ബാധിച്ചിരുന്നില്ല. ഇക്കുറിയും IPL-ൽ മികച്ച പ്രകടനങ്ങളാണ് പഞ്ചാബ് നായകൻ പുറത്തെടുത്തത്. 2023 ഡിസംബറിന് ശേഷം അയ്യർ T20-ൽ ഇന്ത്യൻ കുപ്പായം അണിഞ്ഞിട്ടില്ല. മിഡിൽ ഓർഡറിൽ ബാറ്റ് ചെയ്യുന്ന അദ്ദേഹത്തെ ഏത് സ്ലോട്ടിൽ പ്ലേസ് ചെയ്യുമെന്നതായിരുന്നു സെലക്ടർമാരുടെ ചോദ്യം. തിലക് വർമ്മയും സൂര്യകുമാർ യാദവും ഒക്കെയാണ് ഇക്കാലം അത്രയും ആ സ്ലോട്ടുകളിൽ കളിച്ചുകൊണ്ടിരുന്നത്. ലോകകപ്പിന് തൊട്ടു മുമ്പ് കിവീസിനെതിരെ അരങ്ങേറിയ T20 പരമ്പരയിൽ ഇഞ്ചുറി റീപ്ലേസ്മെന്റായി ശ്രേയസ് ഇടം പിടിച്ചിരുന്നു. എന്നാൽ ഒറ്റ മത്സരത്തിൽ പോലും കളത്തിലിറങ്ങിയില്ല. കാരണം T20 ലോകകപ്പിൽ കളിക്കാൻ ഇറങ്ങുന്ന താരങ്ങളെയാണ് ടീം 11-ൽ പരിഗണിച്ചിരുന്നത്. T20 ലോകകപ്പിന് ശേഷം അരങ്ങേറിയ IPL-ൽ പഞ്ചാബിനെ പ്ലേ ഓഫിന് അരികിൽ വരെ എത്തിക്കുന്നുണ്ട് അയ്യർ. 14 മത്സരങ്ങളിൽ നിന്ന് 498 റൺസായിരുന്നു ഇക്കുറി അയ്യരുടെ സമ്പാദ്യം. 168 സ്ട്രൈക്ക് റേറ്റിലാണ് പഞ്ചാബ് നായകൻ ബാറ്റ് വീശിയത്. 55 ബാറ്റിംഗ് ആവറേജ്. 1 സെഞ്ചുറിയും 5 അർദ്ധ സെഞ്ചുറികളും അയ്യരുടെ ബാറ്റിൽ നിന്ന് പറഞ്ഞു. കഴിഞ്ഞ സീസണിലും പഞ്ചാബ് ജേഴ്സിയിൽ മിന്നും ഫോമിലായിരുന്നു അയ്യർ. 175 സ്ട്രൈക്ക് റേറ്റിൽ 604 റൺസാണ് താരം ആ സീസണിൽ അടിച്ചെടുത്തത്.
2024 കൊൽക്കത്ത കിരീടമണിഞ്ഞ സീസണിൽ 167 അയ്യരുടെ സ്ട്രൈക്ക് റേറ്റ്. 1 സെഞ്ചുറിയും 3 50യും അന്ന് താരത്തിന്റെ ബാറ്റിൽ നിന്ന് പിറക്കുന്നുണ്ട്. IPL ക്യാപ്റ്റനായിരുന്ന കാലത്തൊക്കെ ടീമിനെ മുന്നിൽ നയിക്കുന്ന അയ്യരെ നമ്മൾ ഈ മൈതാനങ്ങളിൽ പലവരും കണ്ടിട്ടുണ്ട്. ഇതൊക്കെ BCCIയുടെ പരിഗണനയിൽ വന്നിട്ടുണ്ടാകണം. മെറിറ്റിലാണ് വൈഭവ് സൂര്യവംശിയുടെ സീനിയർ ടീം പ്രവേശം. അതിനിയും വൈകിച്ചാൽ ശരിയാകില്ല എന്ന് ബോർഡിന് ബോധോദയം ഉണ്ടായി കാണണം. കഴിഞ്ഞ IPL കിരീടം ചൂടിയത് RCB ആണെങ്കിലും മനം കവർന്നത് വൈഭവ് തന്നെയാണ്. ഓറഞ്ച് ക്യാപ്പ് അടക്കം 5 വ്യക്തിഗത ട്രോഫികളാണ് ലോക ക്രിക്കറ്റിലെ സിംഗപ്പുലികൾ പലരും തകർത്ത് കളിക്കുന്ന IPL വേദിയിൽ നിന്ന് അവൻ വാരിക്കൂട്ടിയത്. 237 സ്ട്രൈക്ക് റേറ്റിൽ 776 റൺസ്, 3 തവണ 90കളിൽ വെച്ച് നഷ്ടമായ സെഞ്ചുറികൾ. താൻ വെറുമൊരു സ്ലോഗറൽ എന്ന് തെളിയിക്കുന്ന പല മെച്യൂർഡ് ഇന്നിങ്സുകളും വൈഭവിന്റെ ബാറ്റിൽ നിന്ന് പിറക്കുന്നുണ്ട്. IPL ഒരു സീസണിൽ ഏറ്റവും അധികം സിക്സറുകൾ എന്ന ക്രിസ് ഗെയിലിന്റെ റെക്കോർഡാണ് ഇക്കുറി വൈഭവ് മറികടന്ന ഏറ്റവും വലിയ നാഴികക്കല്ല്. റെക്കോർഡ് മറികടന്നുവെന്ന് മാത്രമല്ല, അടുത്തൊന്നും ആർക്കും തൊടാൻ കഴിയാത്ത ദൂരത്ത് അതിനെ കൊണ്ട് വെച്ചിട്ടുമുണ്ട്. 72 സിക്സറുകളാണ് ഈ സീസണിൽ വൈഭവ് ആകെ പായിച്ചത്. അയർലൻഡ് സീരീസിലോ ഇംഗ്ലീഷ് പരമ്പരയിലോ വൈഭവ് ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ചാൽ അത് ചരിത്രമാകും. ഇന്ത്യൻ ടീമിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന നേട്ടം അവനെ തേടിയെത്തും. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ തനിക്ക് 16 വയസ്സും 205 ദിവസവും ഉള്ളപ്പോഴാണ് ഇന്ത്യക്കായി അരങ്ങേറിയത്. കഴിഞ്ഞ അണ്ടർ-19 ലോകകപ്പ് ഇന്ത്യക്ക് സമ്മാനിച്ച വൈഭവ് 2 IPLകൾക്കിടയിൽ ഇന്ത്യൻ കൗമാരപ്പടക്കൊപ്പം ലോകത്തെ വിവിധ മൈതാനങ്ങളിൽ അരങ്ങ് തകർക്കുകയായിരുന്നു. പല റെക്കോർഡുകളും അവൻ പോയ വഴികളിൽ കടപുഴകി വീണ് കടന്നു. തിലക് വർമ്മയെ വൈസ് ക്യാപ്റ്റനാക്കിയതാണ് മറ്റൊരു സുപ്രധാന തീരുമാനം. സ്കൈ സ്ഥാനമൊടിഞ്ഞാൽ ഇന്ത്യൻ ടീമിന്റെ തലപ്പത്തേക്ക് പരിഗണിക്കപ്പെട്ട പേരുകളിൽ തിലകും ഇഷാൻ കിഷനും ഒക്കെ ഉണ്ടായിരുന്നു. 23-കാരനായ തിലകിനെ ഇന്ത്യൻ ടീമിന്റെ ഭാവി നായകനായാണ് ബോർഡ് പരിഗണിക്കുന്നത്. മലയാളി താരം സഞ്ജു സാംസണുള്ള ടീമിൽ ആരൊക്കെയാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക എന്ന് കണ്ടറിയണം. വൈഭവ് ഇറങ്ങുകയാണെങ്കിൽ ഉറപ്പായും യുവതാരത്തെ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് പരിഗണിക്കേണ്ടി വരും. അഭിഷേകും ഓപ്പണറായതിനാൽ തന്നെ സഞ്ജുവിനെ 1 ഡൗൺ പൊസിഷനിലേക്ക് ഇറക്കുമോ എന്നും കണ്ടറിയണം. IPL ലക്നൌവിനായി മിന്നും പ്രകടനം പുറത്തെടുത്ത പ്രിൻസ് യാദവാണ് ടീമിലെ മറ്റൊരു പുതുമുഖം. പരിക്കേറ്റ് ലോകകപ്പ് ടീമിൽ നിന്ന് പുറത്തായ ഹർഷിത് റാണയും ടീമിലേക്ക് തിരിച്ചെത്തി. ജസ്പ്രീത് ബുംറയ്ക്ക് വിശ്രമം അനുവദിച്ച ടീമിൽ ഹാർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ്, കുൽദീപ് യാദവ് തുടങ്ങിയവരൊന്നും ഇടം പിടിച്ചിട്ടില്ല. സഞ്ജുവും ഇഷാൻ കിഷനുമാണ് ടീമിലെ വിക്കറ്റ് കീപ്പർമാർ. മുഹമ്മദ് സിറാജും ഹർഷദീപ് സിംഗും നയിക്കുന്ന പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ്. പ്രിൻസ് യാദവും ഹർഷിത് റാണയും പേസ് നിരക്ക് കരുത്തേക്കും. രവി ബിഷ്ണോയിയും വരുൺ ചക്രവർത്തിയുമാണ് ടീമിലെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാർ. ശിവൻ ദുബെ, നിതീഷ് കുമാർ റെഡ്ഡി, വാഷിംഗ്ടൺ സുന്ദർ, അക്സർ പട്ടേൽ എന്നിവരാണ് ഓൾറൗണ്ട് ഓപ്ഷൻസ്. പരിക്കിനെ തുടർന്ന് അഫ്ഗാനെതിരായ ഏകദിന പരമ്പരയിൽ നിന്ന് പുറത്തായ വിരാട് കോഹ്ലിക്ക് പകരം യശസ്വി ജയ്സ്വാളിനെ ടീമിലെടുത്തിട്ടുണ്ട്. ശ്രേയസ് അയ്യർക്ക് കീഴിൽ ടീം ഇന്ത്യ ഒരുങ്ങുകയാണ്. സീനിയർ ടീമിന്റെ കുപ്പായത്തിൽ ദ മോസ്റ്റ് ജൂനിയർ വൈഭവിന്റെ അരങ്ങേറ്റത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഇനി ആരാധകർ.